കുവൈറ്റിലെ അത്യാധുനികമായ ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ ഒരു രൂപ പോലും ചിലവില്ലാതെ മാസ്റ്റേഴ്സോ പിഎച്ച്ഡിയോ ചെയ്യാനുള്ള അവസരത്തെക്കുറിച്ച് അറിഞ്ഞാലോ? പഠന ഫീസില്ല, താമസിക്കാൻ ലക്ഷറി സൗകര്യങ്ങളുള്ള ഫർണിഷ് ചെയ്ത ഫ്ളാറ്റുകൾ, ഫുള്ളി കവറേജ് ഉള്ള മെഡിക്കൽ ഇൻഷുറൻസ്, നാട്ടിൽ വന്നു പോവാനുള്ള വിമാന ടിക്കറ്റ്, ഇതിനെല്ലാം പുറമെ ഒരു വർഷത്തിൽ പോക്കറ്റ് മണിയായി ഏകദേശം 20 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ കയ്യിൽ കിട്ടുന്ന ഒരു സുവർണാവസരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകളിൽ ഒന്നായിട്ടുള്ള കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി നൽകുന്ന ഫെലോഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2027 അക്കാദമിക് വർഷത്തേക്കുള്ള അപേക്ഷ ആരംഭിക്കാനിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം പകുതിയാകുമ്പോഴേക്കും അതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ ഓണാകും. ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരു ഫീസ് പോലും അടക്കാതെ പൂർണ്ണമായും സൗജന്യമായിട്ട് ഇവിടെ പഠിച്ച് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഫെലോഷിപ്പ് വഴി ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ ഫീസ് ഇളവ് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു വർഷത്തിൽ ഏകദേശം 70,000 മുതൽ 80,000 US$ മൂല്യമുള്ള ഒരു പാക്കേജ് ആണ് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ, ആനുകൂല്യങ്ങൾ എന്ന് നോക്കാം നമുക്ക്. ട്യൂഷൻ ഫീ ആണ് പ്രധാനമായിട്ടുള്ളത്. അതായത് 100% സൗജന്യമായിട്ടാണ് നമുക്ക് ട്യൂഷൻ ഫീ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു വർഷം ഏകദേശം 30 ലക്ഷം രൂപയോളം വരുന്ന ഫീസാണ് പൂർണ്ണമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മാസത്തിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. അതായത് മാസ്റ്റേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഏകദേശം 16.5 ലക്ഷം രൂപ, അതായത് 20,000 US$ ആണ് വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ PhD ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇത് ഏകദേശം 20 മുതൽ 25 ലക്ഷം വരെ എത്തും എന്നുള്ളതാണ്. അതായത് 25,000 മുതൽ 30,000 വരെയുള്ള ഡോളർ ആണ് നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് താമസം എന്ന് പറയുന്നത്. അക്കോമഡേഷൻ ക്യാമ്പസിന്റെ അകത്ത് തന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ആഡംബരമായിട്ടുള്ള വൈഫൈ സൗകര്യമുള്ള, കറന്റ് സൗകര്യമുള്ള, വാട്ടർ ബില്ലുകളും കറന്റ് ബില്ലുകളും എല്ലാം സൗജന്യമായിട്ട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യും താമസിക്കാൻ വേണ്ടി ലഭിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച മെഡിക്കൽ ഇൻഷുറൻസ് സൗജന്യമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് സൗദിയിലേക്ക്, ഇതിപ്പോ യൂണിവേഴ്സിറ്റി കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സൗദിയിലാണല്ലോ, അതുകൊണ്ട് തന്നെ സൗദിയിലേക്കുള്ള വിസ ചെലവുകൾ, റീലൊക്കേഷൻ അലവൻസുകൾ, വർഷത്തിൽ നാട്ടിൽ വരാനുള്ള വിമാന ടിക്കറ്റ് എന്നിവ ഫെലോഷിപ്പ് കിട്ടുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുക എന്നുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പഠന മേഖലകളെ കുറിച്ചാണ്. പ്രധാനമായും ലോകം നേരിടുന്ന 5 വലിയ വെല്ലുവിളികൾ അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ ഗവേഷണങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ജലമാണ്. ഒന്ന് വെള്ളം. അതായത് നമുക്കറിയാലോ, സൗദി എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും കൂടുതലായിട്ട് ജലവിഭവം, അതായത് കുടിവെള്ളത്തിന്റെ സ്രോതസ്സൊക്കെ ലഭ്യത വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ കടൽ വെള്ളം ശുദ്ധീകരിക്കുക, ജല സംരക്ഷണം തുടങ്ങിയിട്ടുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ട റിസർച്ചാണ് ഒന്ന് നടക്കുന്നത്. രണ്ട് ഊർജ്ജമാണ്, എനർജി, സോളാർ, ഗ്രീൻ എനർജി, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചിട്ടുള്ള പഠനമുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, മറൈൻ സയൻസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചുള്ള പഠനമുണ്ട്. ഭക്ഷണവും ആരോഗ്യവും, ഫുഡ് ആൻഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലയായിട്ട് ബന്ധപ്പെട്ട മേഖലകൾക്കകത്തും എന്തുണ്ട്, നമുക്ക് വിശാലമായിട്ടുള്ള സാധ്യതകൾ ഇതിനകത്ത് ഉണ്ട് നമുക്ക് പഠിക്കാൻ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെ യോഗ്യതകൾ വേണമെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണം ഒന്ന് മാർക്ക് ലിസ്റ്റ് ആണ്. മാർക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിഗ്രിയുടെയോ അല്ലെങ്കിൽ PGയുടെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം. ആ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് എന്ത് വേണം, CGPA 3.0 എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഇന്ത്യയിലെ ശതമാനക്കണക്കാണെങ്കിൽ ഏകദേശം 70 മുതൽ 75% മാർക്കിന് മുകളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് വേണ്ടത് ബയോഡാറ്റ ആണ്, അല്ലെങ്കിൽ CV ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു CV ഉണ്ടാവണം. നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് പേപ്പറുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് CVയിൽ ആഡ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആണ്. നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങളുടെ റിസർച്ച് താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തിനാണ് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ സൗദിയിലേക്ക് തുടങ്ങിയിട്ടുള്ള 750 വാക്കുകളിലുള്ള ഒരു
സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് നിങ്ങൾ എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് നിങ്ങളുടെ കോളേജിലെ 3 പ്രൊഫസർമാരിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഇതിന്റെ കൂടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഭാഷാ വൈദഗ്ധ്യം, ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ്, ഭാഷ നമ്മൾ നിർബന്ധമായും ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ IELTS ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടോഫൽ ഉണ്ടായിരിക്കും, TOEFL ഉണ്ടായിരിക്കണം. അതായത് കുറഞ്ഞത് 6.5 ഉണ്ടെങ്കിൽ IELTS അല്ലെങ്കിൽ TOEFL അല്ലെങ്കിൽ 81 മുകളിൽ സ്കോർ ഉണ്ടായിരിക്കുന്നത് വളരെയധികം നിർബന്ധമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതില് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് അപേക്ഷ സമർപ്പിക്കേണ്ട പ്രോസസ്സുകൾ എന്നുള്ളതാണ്. നമുക്ക് നോക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എങ്ങനെ വിജയകരമായിട്ട് അപേക്ഷിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷന്റെ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ കാര്യമായിട്ട് മനസ്സിലാക്കുക, ഒന്നാമത്തെ അപേക്ഷ തീയതി മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുക. നോർമലി ഓഗസ്റ്റ് 15-നാണ് ഇതിന്റെ അപേക്ഷ ഓപ്പൺ ആവുക. ഒക്ടോബർ മാസത്തിൽ ഇതിന്റെ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യും. സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും ഇതിന്റെ അപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഇതിന് വ്യത്യസ്തമായിട്ടുള്ള റൗണ്ടുകൾ, അപേക്ഷ സ്വീകരിക്കൽ, സിറ്റിങ്ങുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ GRE സ്കോർ നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് GRE സ്കോർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, GRE സ്കോർ നിങ്ങൾക്ക് ഈ അപേക്ഷയോടൊപ്പം വെക്കുന്നത് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് പ്രൊഫസർമാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചിന് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ റിസർച്ചിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിന് മുൻഗണന നൽകാൻ സാധ്യതയുള്ള പ്രൊഫസർമാരുടെ യൂണിവേഴ്സിറ്റിയിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടൽ വഴി സമർപ്പിക്കുക എന്നുള്ളത്, കൃത്യമായിട്ട് എല്ലാ രേഖകളും സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അപേക്ഷാ ഫീസ് പോലും ഇല്ലാതെയാണ് നമുക്ക് ഇതിന് അപേക്ഷിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ അപ്ലിക്കേഷൻസ് കൊടുക്കാൻ. അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ഇന്റർവ്യൂ ഇതിന്റെ റിവ്യൂ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ സമർപ്പിക്കാൻ കഴിയും, നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെമ്പാടുമുള്ള 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകളായ വിദ്യാർത്ഥികളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഒരു രൂപ പോലും കടബാധ്യതയില്ലാതെ അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബുകളിൽ നിന്ന് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയർ വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണാവസരമാണ്. അപേക്ഷിക്കാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ കമന്റിൽ ചോദിക്കാം, റിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, തുടർന്നും ഇതുപോലെയുള്ള ഫെലോഷിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഒരുപാട് ഫെലോഷിപ്പുകൾ ഉണ്ട്. അതിന്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയിട്ട് നമ്മളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഫെലോഷിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഒക്കെ കൊടുത്ത് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപേക്ഷിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സ്കോളർഷിപ്പ്, ഈ ഒരു ഫെലോഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകട്ടെ. നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ മികച്ച റിസർച്ച് ചെയ്തിട്ട് നാടിന് ഉപകാരപ്രദമായ രീതിയിൽ മാറാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മികച്ച മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.